CPM-ന്റെ ആരോപണത്തിൽ നിന്ന് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി SDPI എന്ന് പറയുന്നതിൽ നിന്ന് SDPI കട്ടാക്കി ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വളരെ കൃത്യമാണ്. അവിടെ SDPI UDF-മായി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ പറയുന്നേ? അങ്ങനെ സഹകരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. SDPI സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ കുറഞ്ഞ മണ്ഡലങ്ങളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അതിന്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അത് ആരുടെയും കൂടേണ്ടതില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ എങ്ങാണം പിന്നെ CPM-ന് അനുകൂലമാകുമോ എന്ന ഭയമാണ് ഈ ചോദ്യം ഇപ്പോഴുണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥത ഒരു CPM-ന് അനുകൂലമാകുമോ എന്ന ഭയം എന്നൊക്കെ രാജേഷ് പറയേണ്ട വാക്കാണ്. താങ്കൾ പറയാണ് CPM-ന് അനുകൂലമാകുമോ എന്ന ഭയമാണ് എതിരാളികൾക്ക്. അത് CPM അനുകൂലമാകുമോ എന്ന ഭയം എന്തുകൊണ്ടാണ് നിഷാദ് റാവുത്തർ അടക്കമുള്ളവർക്ക് ഉണ്ടാകുന്നത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചാണ്. വ്യക്തം, വളരെ വ്യക്തമാണ്. ഞാൻ ഇനി ക്വസ്റ്റ്യൻ ഇല്ല, എനിക്കെല്ലാം വളരെ വ്യക്തമാണ്. CPM-ന് അനുകൂലമാകുമോ എന്ന് നിങ്ങൾക്ക് ഭയമാണ് എന്നത് രാജേഷ് പറഞ്ഞാൽ CPM-മാർ പറഞ്ഞാൽ MV എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. CPM-ന് എതിരായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയപ്പാട് SDPI-ക്ക് എന്തിനാണ്? SDPI ഒരു മുന്നണിയുമായി കൂട്ടുകൂടരുത്, UDF-മായി ഏതായാലും കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് ആവരുത് എന്ന ഒരു ബുദ്ധിയാണ്. നമുക്കിതൊക്കെ അറിയാമല്ലോ നിഷാദ് റാവുത്തറെ, നമുക്കറിയാം കൃത്യമായ ധാരണ. ഞാനതാ പറഞ്ഞേ, പിന്നെ കോൺഗ്രസിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കമിട്ട ക്യാമ്പയിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ എവിടെയാണ് എത്തിച്ചേർന്നത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മളിവിടെ പ്രതികരണം പറയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അങ്ങനെ ആയിരുന്നു. സത്യത്തിൽ SDPI എക്സ്പോസ്ഡ് ആവുകയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടെ അൻസാരി പറഞ്ഞ കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക്, അതായത് SDPI-യുടെ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് നിൽക്കാത്ത ആളുകൾക്ക്, അത് വേറെ രാഷ്ട്രീയമൊന്നും വേണ്ട, CPM-കാരനോ അല്ലെങ്കിൽ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരാൾക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. SDPI 40 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. ആ നിർത്തുന്നതിൻ്റെ യുക്തി എന്താണ്? വേറൊരു കാര്യമുള്ളൂ, നമ്മുടെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉന്നയിക്കുക, ആ കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും, പ്രത്യേകിച്ച് പ്രതികൾ, അങ്ങനെ പ്രതിയോ ഇനി കോടതി ശിക്ഷിച്ചിട്ട് കുറ്റവാളിയോ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും മത്സരിക്കുന്നുണ്ട് എങ്കിൽ അപ്പോഴാണ് പറയുക. കേരളത്തിൽ നടന്ന മൊത്തം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥകൾ പറയേണ്ടതില്ല. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഇന്ന ആളെ കൊന്നയാൾ ഇന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് പറയും. അത് പറയുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സംശയം ഉന്നയിക്കാവുന്നതാണ്. ഇത്തരത്തിൽ എന്തുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് പറയുന്നില്ല? പിന്നെ ഇത് SDPI എപ്പോഴും പറയുന്നുണ്ട്, അവിടെ മത്സരിക്കുന്നുണ്ട്, ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാണാതെ പോകുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സ്റ്റേറ്റ് വന്ന് നേരിട്ട് മറുപടി പറയണം. അവിടെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്, പ്രചരണം നടത്തുന്നുണ്ട്. ഈ കാരായി രാജശേഖരനും ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ നടത്തിയ കൊലപാതകങ്ങൾ ചർച്ചയാകുന്നുണ്ട്. അതൊക്കെ മീഡിയകൾ കാണാതെ പോകുന്നതിലേ നമുക്ക് പ്രശ്നമുള്ളൂ.